സത്രത്തിൽ അവർക്കിട ലഭിച്ചില്ല. പുൽക്കൂടിലാണ് ലഭിച്ചതെന്ന് കേൾക്കുമ്പോൾ പുൽക്കൂടും സത്രവും ക്രിസ്തുവുമായി സ്വീകരിക്കാവുന്ന രണ്ട് വ്യത്യസ്ത നിലപാടുകളുടെ പ്രതീകങ്ങളായി അനുഭവപ്പെടുന്നുണ്ട്. അവൻ ഇന്നും പിറവിയിടങ്ങൾ തിരയുന്നുണ്ടല്ലോ. സത്രസമാനമായ ഹൃദയങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെന്നും തിരസ്കരണങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. പുൽക്കൂട് പോലെയുള്ള മാനസങ്ങളിലാകട്ടെ അവൻ എപ്പോഴും ഇടമുണ്ട്. ഇടം തേടി എത്തുന്നവരെയെല്ലാം സത്രക്കാരൻ വിലയിരുത്തുന്നത് ഉള്ളു നോക്കി എന്നതിനേക്കാൾ ഉള്ളത് നോക്കി എന്നതിലാണ്. പുൽക്കൂടാകട്ടെ നിസാര പുല്ലിന് മുതൽ ദൈവപുത്രൻ വരെ ആർക്കും അവിടെ ഇടമുണ്ട്. എന്തെങ്കിലും കാരണം കൊണ്ട് ഒരാളെങ്കിലും പുറത്തു നിർത്തുന്ന ഹൃദയം സത്രസമാനമാണ്. ചിലരെയെല്ലാം ഉൾക്കൊള്ളാതിരിക്കാൻ നമുക്ക് ന്യായങ്ങൾ പലതും പറയാനുണ്ടാകും. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾക്കും സങ്കടങ്ങൾക്കും മാത്രം കാരണക്കാരായ വ്യക്തികളായിരിക്കാം അവർ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രമേ നിങ്ങൾ തിരിച്ച് സ്നേഹിക്കുകയുള്ളൂ എന്ന് പറയുന്നതിൽ എന്ത് മേന്മയാണുള്ളത് എന്ന തിരുവചനം ഇപ്പോൾ ഹൃദയത്തിലേക്ക് അവർക്ക് കൂടി തുറന്നു കൊടുക്കുന്ന താക്കോലായി മാറ്റേണ്ടതാണ്. ഒറ്റുകൊടുക്കുന്നവനെയും തള്ളിപ്പറയുന്നവനെയും സ്വീകരിക്കുന്ന തിരുഹൃദയമാണല്ലോ പുൽക്കൂട്ടിൽ സ്പന്ദിക്കുന്നത്. സത്രത്തിന് വാതിലുകളുണ്ട്. പുൽക്കൂടാകട്ടെ എപ്പോഴും തുറന്നു കിടക്കുന്നു. ആർക്കും എപ്പോൾ വേണമെങ്കിലും അവിടെ ഇടമുണ്ട്. മറയില്ലാത്ത ജീവിതങ്ങളുടെ പ്രതീകം കൂടിയാകുന്നുണ്ട് പുൽക്കൂട്. അങ്ങനെയുള്ള ജീവിതത്തിലാണല്ലോ ക്രിസ്തു ഇന്നും പിറവിയെടുക്കുന്നത്. മാനദണ്ഡങ്ങളോടെ സ്വീകരിക്കുന്ന സത്രങ്ങൾ പെരുകുകയും വ്യവസ്ഥകളില്ലാതെ സ്വാഗതം ചെയ്യുന്ന പുൽക്കൂടുകൾ അന്യം നിന്ന് പോവുകയും ചെയ്യുന്നത് ഒരു സമൂഹത്തിൻ്റെയോ രാഷ്ട്രത്തിൻ്റെയും നന്മ ഉറവിടങ്ങൾ വറ്റുന്നതിൻ്റെ സൂചനയാണ്. ഹൃദയത്തിൽ സ്ഥാനമുണ്ടാകട്ടെ എല്ലാവർക്കും എപ്പോഴും. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ.